السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، وقال النبي صلى الله عليه وسلم: فرض رسول الله صلى الله عليه وسلم زكاة الفطر طهرة للصائم أو كما قال عليه الصلاة والسلام. വിശ്വാസികളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ, നോമ്പിൻ്റെ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് അതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണ് ഫിത്ർ സക്കാത്ത് കാരണം നമ്മുടെ നോമ്പിൽ വന്നതായ വീഴ്ചകൾ മാപ്പാക്കപ്പെടുമെന്നുള്ളത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റു. റമളാൻ മാസത്തിലെ 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ ഫറളാക്കപ്പെട്ട നോമ്പ് നമ്മൾ നോറ്റു. പക്ഷേ നമ്മുടെ നോമ്പിൽ ധാരാളം വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടാകും. അള്ളാഹു കൽപ്പിച്ച രീതിയിൽ പൂർണ്ണമായി ഓരോ അവയവത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ സാധിച്ചോളണമെന്നില്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ പല വീഴ്ചകളും നമ്മുടെ നോമ്പിൽ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കരുണയുള്ളവനാണ്. അടിമകൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ നോമ്പിനെ ശുദ്ധമാക്കാൻ, നമ്മുടെ നോമ്പിൽ വന്നുപോയ വീഴ്ചകളെ പരിഹരിക്കാനായി അള്ളാഹു നിശ്ചയിച്ച ഒരു മാർഗമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് പെരുന്നാൾ ദിവസം ഒരു വീട്ടിൽ പോലും പട്ടിണി ഉണ്ടാവാൻ പാടില്ല. പെരുന്നാൾ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാണ്. എല്ലാവരും സന്തോഷിക്കേണ്ട, എല്ലാ വീട്ടിലും സന്തോഷം ഉണ്ടാവേണ്ട ദിവസമാണ്. ഒരു വീട്ടിൽ പോലും ഭക്ഷണം പാകം ചെയ്യാത്ത, ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ പെരുന്നാൾ ദിവസം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഫിത്ർ സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത്. ഓരോ ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ആ നാട്ടിൽ കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ ഭക്ഷണം എത്തുന്നതും അവർക്ക് പെരുന്നാൾ ദിവസം പട്ടിണിയില്ലാതെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതാണ് ഫിത്ർ സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പെരുന്നാൾ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആ ദിവസം എല്ലാ വീട്ടിലും സന്തോഷമുണ്ടാവണം. സന്തോഷത്തോടുകൂടി എല്ലാ വീട്ടിലും ഭക്ഷണം വെക്കാനുള്ള വക ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഫിത്ർ സക്കാത്തിൻ്റെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര നിയമങ്ങൾ, അതാണ് ഈ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കാനായി പോകുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള നിയമങ്ങളാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെടുന്നത്. ആദ്യമായി ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ്? നോമ്പിൻ്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന, പെരുന്നാൾ ദിവസം തൻ്റെയും തൻ്റെ ചിലവിൽ കഴിയുന്ന ആളുകളുടെയും ഭക്ഷണ ചിലവ് കഴിഞ്ഞ് മിച്ചം വീണ്ടും പൈസ കയ്യിൽ ഉള്ള എല്ലാ ഓരോ മുസ്ലിമിനും നിർബന്ധമായും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. 3 കാര്യമാണ് പറഞ്ഞത്. 1, മുസ്ലിമായിരിക്കണം. 2, റമളാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം. അവസാന നോമ്പിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആരെങ്കിലും മരണപ്പെടുന്നത് അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ച ഉടനെയാണെങ്കിൽ, അവർ സൂര്യൻ അസ്തമിച്ച ഉടനെ മരണപ്പെട്ടെങ്കിലും അവർക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഒരു കുട്ടി ജനിക്കുന്നത് റമളാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇനി ജനിക്കുന്നത് സൂര്യൻ അസ്തമിച്ച ഉടനെയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ റമളാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആരെല്ലാം ജീവനോടെയുണ്ടോ, അത് പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും, ആ സമയത്ത് ജീവനോടെ ഉള്ളവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. 3-മത്തെ കാര്യം, അവൻ്റെ ചിലവിൽ കഴിയുന്ന ആളുകൾ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ ആരെല്ലാം അവൻ്റെ ചിലവിൽ കഴിയുന്നുണ്ടോ അവരുടെയും ഭക്ഷണത്തിൻ്റെ ചിലവ് കഴിഞ്ഞ് മിച്ചം പൈസയുണ്ട് എങ്കിൽ ആ പൈസ ഫിത്ർ സക്കാത്തിനായി ഉപയോഗിക്കേണ്ടതുണ്ട്.
അങ്ങനെ മിച്ചം പൈസയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മിച്ചം വന്ന പൈസ ഫിത്ർ സക്കാത്തിനായി ചിലവഴിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അവൻ്റെ ചിലവിൽ കഴിയുന്ന ആളുകൾക്കും പെരുന്നാൾ ദിവസം ഭക്ഷണത്തിനുള്ള പൈസയുണ്ട്, അത് കഴിഞ്ഞ് മിച്ചം വീണ്ടും പൈസയുണ്ട് എങ്കിൽ ഫിത്ർ സക്കാത്ത് ആ പൈസക്ക് കൊടുക്കൽ നിർബന്ധമാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയുണ്ടായി. ഈ 3 കാര്യങ്ങൾ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് പോലെ സമ്പന്നർക്ക് മാത്രം നിർബന്ധമായ കാര്യമല്ല. സാദാ സക്കാത്ത് സമ്പന്നർക്ക് മാത്രം നിർബന്ധമായ കാര്യമാണ്. പക്ഷേ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസം തനിക്കും തൻ്റെ ചെലവിൽ കഴിയുന്നവർക്കും ഭക്ഷണത്തിനുള്ള പൈസ കഴിഞ്ഞ് വീണ്ടും പൈസയുള്ള ആരെല്ലാം ഉണ്ടോ, അങ്ങനെ ധാരാളം ആളുകളുണ്ടാവും, അവർക്കെല്ലാവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി ആർക്കെല്ലാം വേണ്ടിയാണ് ഒരു കുടുംബനാഥൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാൾ അയാളുടെ ചിലവിൽ കഴിയുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബനാഥൻ്റെ ചിലവിൽ കഴിയുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ഇങ്ങനെ ചിലവിൽ കഴിയുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി മക്കളിൽ പ്രായപൂർത്തിയായി സ്വന്തം ജോലി ചെയ്യുന്ന സ്വന്തം വരുമാനമുള്ള മക്കളുണ്ട് എങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് ഈ കുടുംബനാഥൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പ്രായപൂർത്തിയായതുകൊണ്ടും സ്വന്തമായി വരുമാനമുള്ളവരായതുകൊണ്ടും അവരുടെ ഫിത്ർ സക്കാത്തും അവരുടെ കുടുംബത്തിൻ്റെ ഫിത്ർ സക്കാത്തും അവർ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ആ മകൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവ് കൊടുക്കുക എന്നുള്ളത് ആ മകൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സ്വന്തമായി ജോലിയുള്ള വരുമാനമുള്ള പ്രായപൂർത്തിയായ മകനും ആ മകൻ്റെ ഭാര്യ മക്കളുടെ ഫിത്ർ സക്കാത്തും ആ മകനാണ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളത്. ഇനി ഒരാളുടെ കയ്യിൽ അവൻ്റെ ചിലവിന് കൊടുക്കുന്ന ആളുകളുടെയും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ചിലവിന് ശേഷം മിച്ചമായി പൈസയുണ്ട്, പക്ഷെ എല്ലാവർക്കും വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അത്ര പൈസയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 പേർക്ക് ഒരു ഗൃഹനാഥൻ ചിലവിന് കൊടുക്കുന്നുണ്ട്, പക്ഷേ പെരുന്നാൾ ദിവസം ഭക്ഷണത്തിൻ്റെ പൈസ കഴിഞ്ഞാൽ പിന്നീട് മിച്ചം വരുന്ന പൈസ കൊണ്ട് 2 പേരുടെ ഫിത്ർ സക്കാത്ത് മാത്രമാണ് കൊടുക്കാനായി സാധിക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം മിച്ചം വന്ന പൈസയ്ക്ക് എത്രയാളുടെ ഫിത്ർ സക്കാത്താണോ കൊടുക്കാനായി സാധിക്കുന്നത് അത്രയും ആളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് നിർബന്ധമായിട്ടുള്ളത്. 5 പേർക്ക് ചിലവിന് കൊടുക്കുന്ന ആൾക്ക് 2 പേരുടെ ഫിത്ർ സക്കാത്തിൻ്റെ പൈസ മാത്രമാണ് പെരുന്നാൾ ദിവസം ഈ ചിലവിന് കൊടുക്കുന്നവരുടെ ഭക്ഷണത്തിൻ്റെ ചിലവിന് ശേഷം മിച്ചം വന്നിട്ടുള്ളത് എങ്കിൽ ആ 2 പേരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് അവന് നിർബന്ധമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തെ ചിലവിന് ശേഷം മിച്ചം വന്ന പൈസ ഒരാളുടെ ഫിത്ർ സക്കാത്ത് മാത്രം കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മിച്ചം വന്ന പൈസക്ക് 2 പേരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള പൈസയുണ്ടെങ്കിൽ തൻ്റെയും ഭാര്യയുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. 3 പേരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള പൈസ മിച്ചം വന്നിട്ടുണ്ട് എങ്കിൽ മക്കളെ പരിഗണിക്കണം, അതിനുശേഷം പിതാവിനെയും അതിനുശേഷം മാതാവിനെയും പരിഗണിക്കണം. ഈ രീതിയിൽ എത്ര പേരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്താണോ അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ ചെലവിന് ശേഷം മിച്ചം വന്നിട്ടുള്ളത് അത്രയും പേരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് അവൻ്റെ മേൽ നിർബന്ധമാവുക. ഇനി ഫിത്ർ സക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയാണ് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരിയേക്കാൾ മുന്തിയ അരി, സാധാരണ നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന അരി, അതേക്കാൾ മുന്തിയ അരിയാണ് ബിരിയാണി അരി അല്ലെങ്കിൽ നെയ്ച്ചോർ അരി എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ അരിയേക്കാൾ മുന്തിയ അരി കൊടുക്കുകയാണെങ്കിൽ അത് ഉത്തമമായ കാര്യമാണ്. ചുരുങ്ങിയത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അരി നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയെങ്കിലും ആവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത് അരിയാണ്. അരി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് പകരമായി സമ്പത്ത് കൊടുക്കരുത്, നേരെ മറിച്ച് അരി തന്നെയാണ് നാം കൊടുക്കേണ്ടത്. ഇനി അരി കൊടുക്കാനുള്ള സാഹചര്യമില്ല, എന്തെങ്കിലും തടസ്സം കാരണത്താൽ അരി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്ക് പകരം അർഹരായ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് എത്രയാണോ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അതിന് തുല്യമായ സമ്പത്ത് കൊടുക്കാനുള്ള അനുവാദമുണ്ട്. ഇനി എത്രയാണ് നമ്മൾ അരി കൊടുക്കേണ്ടത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിത്ർ സക്കാത്തിൻ്റെ അരിയുടെ അളവ് എന്നുള്ളത് 1 സാ ആണ്. 1 സാ എന്ന് പറയുകയാണെങ്കിൽ 2 കിലോവും 400 ഗ്രാമുമാണ്. അതുകൊണ്ട് ഒരാളുടെ ഫിത്ർ സക്കാത്ത് 2 കിലോ 400 ഗ്രാം അരിയാണ്. ഇങ്ങനെ തൻ്റെ ചെലവിൽ എത്ര ആളുകൾ കഴിയുന്നുണ്ടോ ഓരോരുത്തർക്ക് വേണ്ടിയും 2 കിലോ 400 ഗ്രാം അരിയാണ് ഫിത്ർ സക്കാത്തായി പാവങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇനി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയം ഏതാണ്?
ഒരാൾക്ക് റമദാൻ്റെ ആരംഭം മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ജായിസായ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് റമദാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ സുന്നത്തായ സമയമെന്നുള്ളത് റമദാനിൻ്റെ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചതിൻ്റെയും പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പുള്ളതുമായ സമയമാണ്. അഥവാ റമദാനിൻ്റെ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചതിൻ്റെയും പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളിയിൽ പോകുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് സുന്നത്തായ സമയമെന്നുള്ളത്. കാരണം പെരുന്നാളിൻ്റെ അന്ന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ആ അരി പാവങ്ങളുടെ വീട്ടിലെത്തുമ്പോഴാണ് അത് അവർക്ക് ഉപകാരപ്പെടുക. അതുകൊണ്ട് സുന്നത്തായ സമയം എന്നുള്ളത് ഈ പറഞ്ഞ സമയമാണ്. ഇനി ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് കറാഹത്താണ്. അഥവാ നല്ലതല്ല പെരുന്നാൾ നമസ്കാരത്തേക്കാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിനെ പിന്തിപ്പിക്കുക എന്നുള്ളത്. ഇനി ആരെങ്കിലും പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ പാപിയായി തീരുന്നതാണ്. കാരണം ചുരുങ്ങിയത് പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെങ്കിലും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ കാര്യമാണ്. ഇനി ആരെങ്കിലും സൂര്യൻ അസ്തമിക്കുമ്പോഴും കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ പാപിയായി തീരും. പക്ഷേ ഫിത്ർ സക്കാത്ത് ഒരിക്കലും അവനിൽ നിന്നും ഒഴിവാകുന്നതല്ല. അവൻ പിന്നീട് ആ ഫിത്ർ സക്കാത്ത് ഖളാ വീട്ടി കൊടുക്കേണ്ടതുണ്ട്. അവൻ എന്തായാലും കൊടുക്കൽ നിർബന്ധമായ കാര്യമാണ്. ഇനി ഫിത്ർ സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്? റമദാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ എവിടെയാണോ അവനുള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. വിദേശത്താണെങ്കിൽ വിദേശത്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വന്തം നാട്ടിലാണെങ്കിൽ സ്വന്തം നാട്ടിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ഏത് നാട്ടിലാണുള്ളത് ആ നാട്ടിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി സൂര്യൻ അസ്തമിക്കുമ്പോൾ അവനുള്ള നാട്ടിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ല എങ്കിൽ, പരിചയക്കാരൊന്നുമില്ല എങ്കിൽ അതിന് പകരമായി സ്വന്തം നാട്ടിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഏറ്റവും ഉത്തമവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതും സൂര്യൻ അസ്തമിക്കുമ്പോൾ നാം നിൽക്കുന്ന നാട്ടിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്തിൻ്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള നന്മകളിൽ മുന്നേറാനും ധാരാളമായി നന്മകൾ ചെയ്യാനും ഭാഗ്യം നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.